അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകുമെന്ന് പറഞ്ഞു. But you shall receive power when the Holy Spirit has come upon you, and you shall be witness to me in Jerusalem and in all Judea and Samaria and to the end of the earth. ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് ലൈവിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു. ഞാൻ മലയാളത്തിൽ എപ്പോഴും സംസാരിക്കുന്ന മലയാളിയായ ഒരു മനുഷ്യനാണ്. മലയാളികളാണ് എൻ്റെ ക്രൗഡ്, കൂടുതലും വരുന്ന ജനക്കൂട്ടം. പക്ഷെ ഞാൻ കുറച്ച് അത്യാവശ്യം വാക്യമെങ്കിലും ഇംഗ്ലീഷിൽ പറയുന്നതിൻ്റെ കാരണം, ചില വാക്കുകൾ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ ചിന്തിക്കരുത് ഒരിക്കലും എനിക്ക് മലയാളം അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, ഇംഗ്ലീഷ് കൂടുതൽ അറിയാവുന്നതുകൊണ്ടല്ല. ഐ എം ട്രൈങ് ടു ഡു ദാറ്റ് ബിക്കോസ് ആക്ച്വലി സർവീസിന് ട്രാൻസ്ലേഷൻ വെക്കേണ്ടതാണ്. കാരണം എൽഷദായിലെ വിദേശത്തുള്ള, അമേരിക്കയിലുള്ള, കാനഡയിലുള്ള, മിഡിൽ ഈസ്റ്റിലുള്ള, കുവൈറ്റിലുള്ള, ദുബായിലുള്ള, ബഹ്റിനിലുള്ള, നോർത്ത് ഇന്ത്യയിലുള്ള മലയാളം അറിഞ്ഞുകൂടാത്ത നൂറുകണക്കിന് ആളുകൾ, യൗവനക്കാർ, കുഞ്ഞുങ്ങൾ ഈ മീറ്റിങ്ങിൽ സൂം പ്ലാറ്റ്ഫോമിലും യൂട്യൂബിലും എന്നെ കാണുന്നുണ്ട്. എന്തെങ്കിലും അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇടയിൽ ചില വാക്കുകൾ പറയുന്നത്. നിങ്ങളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇതിനകത്ത് ട്രാൻസ്ലേഷനും കൂടെ ആഡ് ചെയ്താൽ ഒത്തിരി സമയങ്ങൾ എടുക്കും. അതുകൊണ്ടാണ് അത് ഈ സമയത്ത് ഒഴിവാക്കിയത്. എന്നാൽ ട്രാൻസ്ലേഷൻ നമുക്ക് വലിയൊരു ബ്ലെസ്സിങ് ആണ്. പക്ഷേ ബിക്കോസ് ഓഫ് ടൈം, ഹല്ലേലൂയ, ആമേൻ. താങ്ക്സ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് മീ. മേ ഗോഡ് ബ്ലെസ് യു. മേ ഗോഡ് ബ്ലെസ് യു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ, യഹൂദിയയിൽ, ശമരിയയിൽ, ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും. താങ്ക് യു ജീസസ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുവാൻ ആഗ്രഹിക്കുന്നു എന്ന വിഷയമാണ് നമ്മൾ കേൾക്കുന്നത്. ഈ ശുശ്രൂഷകളിൽ ഒത്തിരി പേർ they are expecting healings and deliverance. Many people, definitely Almighty God will heal you. കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം തരും. കർത്താവ് നിങ്ങൾക്ക് വിടുതൽ നൽകും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യും. ഓക്കെ, ഇന്നലെ രാത്രിയിലത്തെ മീറ്റിങ്ങിനെ കുറിച്ച് യൂട്യൂബ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമ്മൾ കട്ട് ഓഫ് ചെയ്തതിനു ശേഷം ഉണ്ടായ പ്രൊഫറ്റിക് സെഷനെ കുറിച്ച് പാസ്റ്റർ സംസാരിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. യു ഷെയർ ഇറ്റ്. ഇന്നും that same Holy Spirit, that same Lord will do the miracle. Amen. Hallelujah. Testimonies is happening everywhere. Amen. Amen. നമുക്ക് മാതൃകയായിരിക്കുന്നത്, സകലത്തിലും മാതൃകയായിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. Hallelujah. Thank you, Holy Spirit. Thank you very much. Thank you so much. God bless you. നമുക്ക് സകലത്തിലും മാതൃകയായിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു കാണിച്ചു തന്ന ആ മാതൃകയാണ് നമ്മൾ പിൻപറ്റുന്നത്, നാം ആരാധിക്കുന്നത്, നാം അനുഗമിക്കുന്നത്, നാം ആശ്രയിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ്. ഒരു ആമീൻ പറഞ്ഞു. Come on, എല്ലാവരും വാ തുറന്ന് പറഞ്ഞ്, ഞാൻ ആരാധിക്കുന്നത്, ഞാൻ ആശ്രയിക്കുന്നത്, ഞാൻ അനുഗമിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ്. അതുകൊണ്ടാണ് എബ്രായർ 3:1 പറയുന്നത്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കുക. എബ്രായർ 12:2 രേഖപ്പെടുത്തിയിട്ടുണ്ട്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കി നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യേശുവിനെ
അനുഗമിക്കുന്ന, യേശുവിനെ അനുസരിക്കുന്ന ജീവിതമാണ്, തൻ്റെ വചനം അനുസരിക്കുന്ന ജീവിതമാണ്. ആ കർത്താവിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ, യേശുവിൻ്റെ വചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, യേശുവിൻ്റെ ലൈഫ് നമ്മൾ നോക്കുമ്പോൾ, ബൈബിൾ പറയുന്നു പരിശുദ്ധാത്മാവിന് എത്രയധികം യേശു പ്രാധാന്യം കൊടുക്കുന്നു. ദ ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 3 ഇന്നലെ നമ്മൾ വായിച്ചതാണ്, വീണ്ടും അതിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജനമെല്ലാം സ്നാനമേൽക്കുമ്പോൾ, ലൂക്കോസ് 3:21 മുതലുള്ള വാക്യത്തിൽ യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതായി നമ്മൾ കാണുന്നു. ആ പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വരാതെ യേശു ശുശ്രൂഷയ്ക്കായി പുറപ്പെടുന്നില്ല. പരിശുദ്ധാത്മാവ് തൻ്റെ മേളിൽ വന്നതിന് ശേഷമാണ് യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അവിടെ യേശു നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയൊരു മാതൃക എന്ന് പറയുന്നത്, ഈസ് എ സൺ ഓഫ് ഗോഡ്, ഈസ് ആൻ ഓൾമൈറ്റി ഗോഡ്, he can do anything, for nothing is impossible with him. അവൻ ഒരു കാര്യം അസാധ്യമല്ല. ഈസ് എ ഗോഡ്. പക്ഷേ യേശു സകലത്തിലും നമുക്ക് മാതൃക കാണിക്കുന്നു. പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വരാതെ താൻ തൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നില്ല, ആരംഭിച്ചില്ല. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ലൂക്കോസ് 4:1 വരുമ്പോൾ നമുക്കറിയാം, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ലൂക്കോസ് 4:13-14 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലിലേക്ക് മടങ്ങിച്ചെന്നു. ഡിഫറെന്റ് ലെവൽസ് ഓഫ് anointing, different levels of the Holy Spirit, full of the Holy Spirit, power of the Holy Spirit. ലൂക്കോസ് 4:18-19 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ബൈബിൾ പറയുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേളിൽ ഉണ്ട്. യേശു പറയുന്നു, അവന്റെ ആത്മാവ് എന്റെ മേളിൽ ഉണ്ട്, ആ പരിശുദ്ധാത്മാവ് എന്റെ മേളിൽ ഉണ്ട്. അതായിരുന്നു യേശുവിന്റെ ധൈര്യം, അതായിരുന്നു അവന്റെ കോൺഫിഡൻസ്, അതായിരുന്നു ക്രിസ്തുവിന്റെ സാക്ഷ്യം, അതായിരുന്നു ക്രിസ്തുവിലൂടെ നടന്ന അത്ഭുതങ്ങൾ. മത്തായി 12:18 28 വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഈ വിഷയങ്ങൾ ഇന്നലെ സവിസ്തരമായി വളരെ ആഴമായി നമ്മൾ കേട്ടു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നു, വരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വിഷയം. ഇന്ന് രാത്രിയിൽ എന്തിനു വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നു? പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഭൂമിയിലുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പിതാവായ ദൈവം ദൈവമായിരിക്കുന്നത് പോലെ, പുത്രനായ ക്രിസ്തു ദൈവമായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവും ദൈവമാണ്. ആ ദൈവമായ പരിശുദ്ധാത്മാവ് എന്തിനായി ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്നു? ഇന്നലെ അപ്പോസ്തലന്മാരുടെ അനുഭവങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവച്ചു. അപ്പോസ്തലന്മാർ നമുക്കറിയാം, ബൈബിൾ പറയുന്നു, അവർ സാമാന്യരായിരുന്നു, അവർ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരുന്നു, അവർ കോപിക്കുന്നവരായിരുന്നു, അവർ അവിശ്വസിക്കുന്നവരായിരുന്നു, അവർ തെറ്റിദ്ധരിക്കുന്നവരായിരുന്നു, തള്ളിപ്പറയുന്നവരായിരുന്നു, ആണയിടുന്നവരും പ്രാകുന്നവരുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കൂട്ടത്തിലുള്ള ഒരുത്തൻ യൂദ എന്ന് പറയുന്ന മനുഷ്യന്റെ സാത്താൻ കടന്നിട്ട് അവൻ സൂയിസൈഡ് ചെയ്തു. അങ്ങനെ they are not perfect persons. അവരാരും പൂർണ്ണരല്ലായിരുന്നു, അവരെല്ലാം അപൂർണരായിരുന്നു, അവർ പരിപൂർണരല്ലായിരുന്നു. പക്ഷെ യേശു അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഉയരത്തിലെ ശക്തി പ്രാപിക്കണം, നിങ്ങൾ ഉയരത്തിലെ ശക്തി ധരിക്കണം. എന്തിനു വേണ്ടിയാണ് ഉയരത്തിലെ ശക്തി ധരിച്ചത്? ഇന്നലെ തീത്തോസിന്റെ ലേഖനത്തിൽ നിന്ന് പാസ്റ്റർ ജിജി നിങ്ങളെ ആ വാക്യം വായിച്ചു കേൾപ്പിച്ചിരുന്നു. നമ്മുടെ മേൽ പകരുന്ന പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിക്കുന്ന ധാരാളമായി ലഭിക്കുന്നതായ നവീകരണം. Tonight I am going to preach and teach a very important thing, very important, very precious thing. 1 Corinthians chapter 12 word 3 please.
1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവെന്ന് പറയാൻ ആർക്കും കഴിയുകയില്ല. Jesus is your Lord. I am asking you, my brother and sister. I am asking you, the children of the Lord here. Jesus Christ is your Lord. യേശു നിങ്ങളുടെ കർത്താവാണെങ്കിൽ ആ കൈയൊന്ന് ഉയർത്തി കാണിച്ചു. Hallelujah. He is your savior. യേശു എങ്ങനെയാണ് നിങ്ങളുടെ കർത്താവായത്? യേശു എങ്ങനെയാണ് നിങ്ങളുടെ രക്ഷകനായത്? യേശു ഒരു മതത്തിന്റെ ദൈവമെന്ന് വിശ്വസിച്ചിരുന്ന മനുഷ്യൻ, യേശു ക്രിസ്ത്യാനികളുടെ ദേവനെന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ, യേശു ഒരു വിഭാഗത്തിന്റെ ദൈവമെന്ന് മാത്രം കരുതിയിരുന്ന വ്യക്തികൾ, അവർക്ക് എങ്ങനെയാണ് യേശു തന്റെ രക്ഷിതാവും കർത്താവുമായത്? ബൈബിൾ പറയുന്നു, പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവും നിങ്ങളിൽ വന്നു, പരിശുദ്ധാത്മാവും നിങ്ങളെ തൊട്ടു എന്നതിന്റെ ലക്ഷണം നിങ്ങൾ പറഞ്ഞ അന്യഭാഷയല്ല. അന്യഭാഷ പറയുന്നവരിലെ പരിശുദ്ധാത്മാവുള്ളൂ എന്ന് പറയുന്നത്, പഠിപ്പിക്കുന്നത് തെറ്റാണ്. അന്യഭാഷ എന്ന് പറയുന്നത് ദൈവത്തോട് സംസാരിക്കുവാൻ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ലാംഗ്വേജ്, ഹെവൻലി ലാംഗ്വേജ് ആണ്. That is a gift of the Holy Spirit. അത് പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപാദാനമാണ്. ചിലർ എന്നോട് പറയുന്നു, പാസ്റ്റർ, ഞാൻ ഇതുവരെ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചിട്ടില്ല, എനിക്കിതുവരെ നിങ്ങൾ സംസാരിക്കുന്ന ഈ അന്യഭാഷ കിട്ടിയിട്ടില്ല, നിങ്ങളെ പോലെ എനിക്ക് രോഗികളെ സൗഖ്യമാക്കാനോ ഭൂതങ്ങളെ പുറത്താക്കാനോ കഴിയുന്നില്ല. പക്ഷെ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിച്ചു. എൻ്റെ പാപത്തിന്റെ വഴികൾ ഞാൻ വിട്ടു, എൻ്റെ പാരമ്പര്യങ്ങളെ ഞാൻ വിട്ടു, അസത്യമായ തിന്മയായ ആരാധനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഞാൻ ഉപേക്ഷിച്ചു. ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിച്ചു, സ്നാനമേറ്റു. എന്നിൽ പരിശുദ്ധാത്മാവുണ്ടോ? 100%. 100%. കാരണം ബൈബിൾ പറയുന്നു, പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. നിങ്ങളിൽ വരുന്ന ദൈവശക്തി, നിങ്ങളിൽ വരുന്ന ഗിഫ്റ്റ്, അതെല്ലാം ദൈവരാജ്യത്തിന്റെ എക്സ്പാൻഷന് വേണ്ടി, കിങ്ഡം ഓഫ് ഗോഡിന്റെ എക്സ്പാൻഷന് വേണ്ടി ഉപയോഗിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതാണ്. I thank you, Jesus, for that. Hallelujah. Lift your hand and say hallelujah. Hallelujah. Thank you, Holy Spirit. Pastor Gigi, can you please read 1 Corinthians chapter 2, word 9 to 12, please? 9 to 12. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. Okay, that's enough. നിങ്ങൾക്കറിയാമോ, മറിയത്തിന്റെ അരികിൽ ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഹല്ലേലൂയ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ലോകത്തിന്റെ രക്ഷകൻ നിന്നിൽ ജനിക്കും. ഈ ഗബ്രിയേൽ ദൂതൻ ഈ ദൂത് പറയുന്ന സമയത്ത് ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ഒരറിവും മറിയത്തിനുണ്ടായിരുന്നില്ല. She never expected, never.
ഒരു പ്രവാചകന്മാരും ഒരു പക്ഷെ മറിയത്തോട് ദൂത് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ സമയമായപ്പോൾ ദൈവം കണ്ടിരുന്ന വ്യക്തിത്വമായിരുന്നു അവൾ. വേദപുസ്തകം പറയുന്നു, ദൂതൻ മറിയത്തിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, ലോകത്തിന്റെ രക്ഷിതാവ് നിന്നിൽ ജനിക്കുവാൻ പോകുന്നു. മറിയം ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇത് അസാധ്യമാണ്. The Gospel of Luke chapter 1 verse 37, the angel said to her, for nothing is impossible with God. Amen. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ദൂതൻ പറയുന്നു, ഇത് സാധ്യമാകുവാൻ, യേശു നിന്നിൽ ജനിക്കുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഒറ്റ വഴിയിലൂടെ അത് നടക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് നിന്റെ മേളിൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേളിൽ വരുമ്പോൾ നിന്റെ ഗർഭപാത്രത്തിൽ ലോകരക്ഷിതാവായ ക്രിസ്തുയേശു ജനനമെടുക്കും. അവനെ ജനിപ്പിച്ചതല്ല, അവൻ ജനിക്കുകയാണ്. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മക്കളിൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഭർത്താവിൽ, നിങ്ങളുടെ ഭാര്യയിൽ, നിങ്ങളുടെ സഹോദരങ്ങളിൽ വരുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് അവരിൽ ക്രിസ്തു എന്ന രക്ഷിതാവ് അവരുടെ ആത്മമനുഷ്യനിൽ ജനിക്കുവാനിടയായി. പരിശുദ്ധാത്മാവ് ഒരാളിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് ആ വ്യക്തിക്ക് കൊടുക്കുന്നത്? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് യേശുവിനെയും യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടുമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് എഫെസോസിലുള്ള സഭയോട്, നിങ്ങൾ ക്രിസ്തുവിനെ അറിയേണ്ടതിന് ജ്ഞാനത്തിന്റെയും അവനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ. Who is that spirit? That spirit is Holy Spirit. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ വെളിപ്പെടുത്തി നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുവാനിടയാകണം. ഓ, I thank you, Holy Spirit. പരിശുദ്ധാത്മാവ് ഉയരത്തിൽ നിന്ന് വന്നവനാണ്. ഉയരത്തിലെ ശക്തിയാണ്. Come on, let us say everyone, power from on high. ഉയരത്തിലെ ശക്തി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നതാണ്. പരിശുദ്ധാത്മാവ് സ്വർഗീയനാണ്. പരിശുദ്ധാത്മാവിന്റെ സ്ഥലം ഹെവനാണ്. Heaven. But now he is in earth. സൗദി അറേബ്യയിൽ നിന്ന് വന്ന ഒരാൾക്ക് മാത്രമേ സൗദി അറേബ്യയുടെ അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കി തരുവാൻ കഴിയും. ലിസൺ ടു മീ. ഇപ്പോൾ ഇവിടെ ചൈനയിൽ നിന്ന് ഒരാൾ വന്നിരിപ്പുണ്ടെങ്കിൽ, നിങ്ങൾ ചൈനയിൽ പോയിട്ടില്ല, പക്ഷെ ചൈനയിൽ നിന്ന് വന്നിരിക്കുന്ന ആളിന് ചൈനയിലെ ഭക്ഷണം എന്താണ്, ചൈനയിലെ കാലാവസ്ഥ എന്താണ്, ചൈനയിലെ സംവിധാനം എങ്ങനെയാണ്, ഒരു മനുഷ്യൻ ചൈനയിൽ വന്നാൽ എങ്ങനെയാണ് അദ്ദേഹം ട്രാവൽ ചെയ്യേണ്ടത്, ഏത് വാഹനമാണ് എടുക്കേണ്ടത്, ചൈനയിൽ നിന്ന് വന്ന ഒരാൾക്ക് മാത്രമേ ചൈന എന്താണെന്ന് വെളിപ്പെടുത്തി തരാൻ കഴിയൂ. You are not with me. You are. Hallelujah. Hallelujah. Praise the Lord. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇരുന്നുകൊണ്ട് എന്നെ ഒത്തിരി പേർ UAE, കുവൈറ്റ്, സൗദി അറേബ്യ, ഖത്തർ, മെനി പ്ലേസസ്, മിഡിൽ ഈസ്റ്റിൽ ഇരുന്നുകൊണ്ട് പലരും എന്നെ കാണുന്നു. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, how is the weather there? How is it now? ഇപ്പൊ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട്? എന്റെ ചിന്ത ശരിയാണെങ്കിൽ നല്ല ചൂടാണ്, നല്ല ചൂടാണ്. നിങ്ങൾ ഞങ്ങളോട് ചോദിക്കും ഇവിടെ എന്തുവാണെന്ന്. നല്ല മഴയാണ്. കേരളക്കാരൻ ഗൾഫിൽ ഇരിക്കുന്നവനോട് പറയുന്നു ഞങ്ങൾക്ക് മഴയാണ്. ഗൾഫുകാരൻ ജൂൺ ജൂലൈ മാസത്തിൽ കേരളത്തിൽ ഇരിക്കുന്ന ഞങ്ങളെ അറിയിക്കുന്നു ഇവിടെ ഭയങ്കര ചൂടാണ്. സൗദിയിൽ ഇരിക്കുന്നവനെ സൗദിയുടെ വെതർ അറിയൂ.
കേരളത്തിൽ ഇരിക്കുന്നവനെ കേരളത്തിന്റെ വെതർ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. ഇത് പാക്കറ്റിലിട്ട് അങ്ങോട്ട് അയക്കാൻ പറ്റുകയില്ല. താങ്ക് യു ജീസസ്. ഇതുപോലെ സ്വർഗത്തിൽ നിന്ന് വന്നവന് മാത്രമേ സ്വർഗം എന്തെന്ന് വെളിപ്പെടുത്താൻ കഴിയുള്ളൂ. I'm telling truth. Heaven, സ്വർഗം നിങ്ങൾക്കൊരു യാഥാർത്ഥ്യമാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരണം. ഒരു സ്വർഗമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ടായത് സ്വർഗീയനാകുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ വന്നപ്പോഴാണ്. അവിടെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ടെന്നും അവിടെ ദൂതന്മാരുണ്ടെന്നും അവിടെ തങ്ക തെരുവീതികൾ ഉണ്ടെന്നും അവിടെ വിശുദ്ധന്മാരുണ്ടെന്നും അവിടെ കണ്ണുനീരില്ലെന്നും അവിടെ ആരാധനയാണെന്നും അവിടെ എത്തിച്ചേരണമെന്നും ഈ ബോധ്യങ്ങളെല്ലാം എനിക്ക് തന്നത് സ്വർഗത്തിൽ നിന്ന് വന്ന പരിശുദ്ധാത്മാവ് എന്നിൽ നിങ്ങളിൽ വന്നപ്പോഴാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരാതെ ഒരിക്കലും സ്വർഗം നിങ്ങൾക്കൊരു യാഥാർത്ഥ്യമാകുകയില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരാതെ യേശു ക്രിസ്തു നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകുകയില്ല. കാരണം വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. The Gospel of John chapter 15 verse 26. യോഹന്നാൻ 15:26. ഞാൻ എൻ്റെ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ, can you please read? ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയക്കുവാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. എല്ലാരും പറഞ്ഞ് പരിശുദ്ധാത്മാവ് എന്നോട് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയും. ശരിക്കും നമ്മളെ അടുത്തറിയാവുന്ന ഒരാൾക്ക് മാത്രമേ നമ്മളുടെ സാക്ഷ്യം എന്തെന്ന് പറയാൻ കഴിയൂ. എനിക്ക് നല്ല സാക്ഷ്യം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ എൻ്റെ ഭാര്യയോട് ചോദിക്കണം. എൻ്റെ അമ്മ ഇന്ന് ഈ പ്രാർത്ഥനയിൽ ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ അമ്മയോട് ചോദിക്കണം. ഞാൻ എന്താണെന്ന് ഞാനുമായി അടുത്ത് ഇടപഴകുന്നവരോട് ചോദിക്കണം. പരിശുദ്ധാത്മാവിന് യേശുവിനെ അറിയാവുന്നത് പോലെ ഈ ലോകത്തിൽ വേറെ ഒന്നിനും അവനെ അറിയില്ല. അത് അവന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവിന് യേശുവിനെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ കഴിയുന്നത് പോലെ ഈ ലോകത്തിലെ ഒരു കോളേജുകൾക്കും ഒരു പഠന കേന്ദ്രങ്ങൾക്കും ഒരു വ്യക്തികൾക്കും നിങ്ങൾക്ക് യേശുവിനെ വെളിപ്പെടുത്തി തരുവാൻ കഴിയുകയും. നമ്മളിൽ പലരും പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, how to know the perfect will of the Lord. How I know that? ഞാൻ എങ്ങനെയാണ് ദൈവത്തിന്റെ ഇഷ്ടം അറിയുന്നത്? ഞാൻ എങ്ങനെയാണ് ദൈവത്തിന്റെ ഹിതം അറിയുന്നത്? ദൈവത്തിന്റെ ഹിതം ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ആ വാക്യമാണ് നമ്മളിപ്പോൾ 1 Corinthians chapter 2 verse 9 to 12 വായിച്ചത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. Are you listening me? എല്ലാരും വായ്കൾ തുറന്ന് പറഞ്ഞ് ദൈവം ഒരുക്കിയിട്ടുള്ളത്. Already that is prepared. He is not going to preparing something for you, not going to preparing. Already that is prepared. Food is ready. That is prepared. Prepared ആയിരിക്കുന്നതാണ് സെർവ് ചെയ്യുന്നത്. It is ready.
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾ എത്ര പേർക്ക് അറിയാൻ എക്സൈറ്റ്മെന്റ് ഉണ്ട് ദൈവം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയിട്ടുള്ളത്? ബൈബിൾ പറയുന്നു, നമ്മൾ അത് കണ്ടിട്ടില്ല, ഒരു ചെവി അത് കേട്ടിട്ടില്ല, നമ്മുടെ മനുഷ്യനായ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഇതുവരെ അത് തോന്നിയിട്ടില്ല. എന്നാൽ 10ാമത്തെ വാക്യം പറയുന്നു, നമുക്കോ. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 10-ാം വാക്യം, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്ത്? Yes, please, you can. ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. Yes. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്ത്? ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നു. ആമേൻ. ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് അവന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തുന്നു. The next word is very important. The Spirit searches all things, the deep things of God. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. The next word is important. മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അവനെ തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയാനായി. ദൈവം നമുക്ക് ഒരുക്കിയത് നൽകിയത് അറിയാനായി. ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ദൈവം നമുക്ക് നൽകിയത്, ദൈവം നമുക്ക് ഒരുക്കിയത്, നമ്മെ അറിയിക്കുന്ന ഒരാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. I will tell you one example. മോശയുടെ മേളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. ഇല്ലാത്തത് കൊടുക്കാൻ പറ്റില്ലല്ലോ. മോശയുടെ മേളിൽ കിടന്ന ആത്മാവിന്റെ ഒരു ഇംപാർട്ടേഷൻ, ഒരു പോർഷനാണ് 70 പേരിലേക്ക് ഇംപാർട്ട് ചെയ്തത്. He was an anointed servant of the Lord. Amen. Mighty prophet of God. Yes. Mighty prophet. Amen. I love Moses. He's a great prophet. Amen. മോശയുടെ മേളിലുള്ള ആത്മാവ്, പരിശുദ്ധാത്മാവ് മോശയുടെ കൂടെ നിൽക്കുന്നവരിലില്ല, മോശയുടെ പുറകെ വരുന്നവരിലില്ല, പലരിലുമില്ല. ഇല്ല, 99% ആളുകളിലും ഇല്ല. അതുകൊണ്ട് ചെങ്കടലിന്റെ മുമ്പിലെത്തുമ്പോൾ പരിശുദ്ധാത്മാവുള്ള മോശയ്ക്ക് ചെങ്കടലിന്റെ നടുവിലൂടെ ഒരു ഹൈവേ കാണാൻ പറ്റുന്നുണ്ട്. ദൈവം ഒരുക്കിയ ഒരു ഹൈവേ. എന്നാൽ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവന് അവൻ ചെങ്കടലിന്റെ കരയിൽ കാണുന്നത് സെമിത്തേരിയാണ്. പരിശുദ്ധാത്മാവ് ഇല്ലാത്തവൻ സെമിത്തേരി കാണുമ്പോൾ പരിശുദ്ധാത്മാവുള്ളവൻ ഹൈവേ കാണുകയാണ്. ഇത് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു. ലോട്ട് ഓഫ് എക്സാമ്പിൾസ്. നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിക്കുമ്പോൾ പീറ്റർ, ജെയിംസ്, ജോൺ ഇവരെല്ലാം കാണുന്നത് മരണത്തെയാണ്. പക്ഷെ ആത്മാവിന്റെ ഉറവിടമായ ക്രിസ്തു അവിടെ മരണമല്ല കാണുന്നത്. കാരണം താൻ എങ്ങനെ മരിക്കുമെന്ന്
തൻ്റെ ആത്മാവിൽ തനിക്കറിയാം താൻ മരിക്കാൻ പോകുന്നത് കടലിൽ വീണ് ശ്വാസം മുട്ടിയല്ല, വെള്ളം കുടിച്ച് ചാകുമെന്നുള്ളതല്ല തന്നെ കുറിച്ചുള്ള പ്രവചനം. രക്തമൊഴുക്കി യാഗമായി ക്രൂശിൽ മരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവുള്ളവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയത് അവർക്കറിയാൻ പറ്റും. ഞാൻ വിശ്വാസത്തിലേക്ക് കർത്താവിലേക്ക് വരുമ്പോൾ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. നിന്റെ ഭാവി എന്താകും, നിന്റെ ജീവിതം എന്താകും, നിന്റെ ഫ്യൂച്ചർ എന്താകും, നിന്റെ അവസ്ഥ എന്താകും. പക്ഷേ എനിക്കറിയാമായിരുന്നു ദൈവം എൻ്റെ മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നന്മയും അവൻ എന്നെ അറിയിച്ച വാഗ്ദത്തവും. I know that. I know that. Thank you, Holy Spirit. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ ചില സാഹചര്യങ്ങളുടെ മുൻപിൽ നിങ്ങൾ നെഗറ്റീവായി റെസ്പോണ്ട് ചെയ്യുകയില്ല. You never respond it in negative way. Never. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഒരു വിഷയത്തെ നിങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയും what is the next, what is going to happen in the next. Thank you, Holy Spirit. Thank you, Jesus. അതുകൊണ്ടാണ് ഇതൊരു പ്രൊഫറ്റിക്കൽ ഏറിയയും കൂടെയാണ്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, പ്രവചനം മാനുഷിക ഇഷ്ടത്താൽ സംഭവിച്ചതല്ല, മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗത്തിൽ സംസാരിച്ചതത്രേ. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനോട് നിങ്ങൾക്ക് ആഴമേറിയ ഇന്റിമസി ഉണ്ടെങ്കിൽ, ഡീപ് കണക്ഷൻ ഉണ്ടെങ്കിൽ, you are worried about anything, you are facing any challenges, any problems, you pray. You ask to Holy Spirit, what is going to happen, what is next. Surely he will answer your question. He will lead you. The Spirit of the Lord will guide you. സെരുബാബേൽ ഒരു അനോയിന്റഡ് സെർവന്റ് ആണ്, അനോയിന്റഡ് പ്രീസ്റ്റ് ആണ്. സെരുബാബേൽ ദൈവം പറഞ്ഞ സ്ഥലത്ത് ആലയം പണിയുവാൻ കടന്നു വരുമ്പോൾ വേദപുസ്തകം പറയുന്നു, സെരുബാബേലിന് ആലയം പണിയുവാൻ കഴിയാത്ത നിലയിൽ അവിടെ വലിയൊരു മഹാപർവ്വതം നിൽക്കുകയാണ്. പക്ഷെ ആ പർവ്വതത്തെ കണ്ടുകൊണ്ട് സെരുബാബേലിന്റെ നിയോഗങ്ങളെ സെരുബാബേൽ അവസാനിപ്പിക്കുന്നില്ല. ആ പർവ്വതത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സെരുബാബേൽ ചോദിക്കുന്നു, സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയാകും, നീ സമഭൂമിയാകും. കാരണം എന്റെ സ്പിരിറ്റിൽ, സെരുബാബേലിന്റെ ആത്മാവിൽ സെരുബാബേലിന് കാണാൻ കഴിയുന്നത് കൃപ കൃപ എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് ആലയത്തിന് അടിസ്ഥാനമിടുന്നതാണ്. ഇത് സ്പിരിറ്റിൽ കാണാൻ കഴിയുന്നവന് മഹാപർവ്വതം കണ്ടവൻ തിരിച്ചു പോകില്ല. അവൻ മഹാപർവ്വതത്തോട് സംസാരിച്ചേ പോകുള്ളൂ. ദൈവം നിങ്ങളുടെ മുമ്പിൽ ഒരുക്കിയതിനെ പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ കഴിയും. ഈ എത്ര ഉദാഹരണം പറയണം, എത്ര സംഭവങ്ങൾ വ്യാഖ്യാനിക്കണം. Thank you, Holy Spirit. ഈ ഇരിക്കുന്ന മനുഷ്യന് മക്കളില്ലായിരുന്നു. How many years? 10 years. 10 വർഷം. He was really worried, tensed. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരാൺകുഞ്ഞും
ആൺകുഞ്ഞിന് ശേഷം ഒരു പെൺകുഞ്ഞും ഉണ്ടാകും. Amen. അടുത്ത വർഷം ദൈവം ഒരു ആൺകുഞ്ഞിനെ കൊടുത്തു. കഴിഞ്ഞ വർഷം ഒരു പെൺകുഞ്ഞിനെ കൊടുത്തു. Yes. Amen. Hallelujah. ദൈവം നമുക്ക് ഒരുക്കിയത് നൽകിയത് അറിയാനായി. Amen. Hallelujah. Yes. Amen. The Spirit of the Lord will reveal that. Amen. Yes. ജോലിയില്ലാത്ത ഒരാൾ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് റിവീൽ ചെയ്യും, വെളിപ്പെടുത്തും. Amen. ഇവൻ എവിടെയാണ് പോകാൻ പോകുന്നത്, Yes. ഇവൻ എവിടെയാണ് പൊസിഷൻ ചെയ്യാൻ പോകുന്നത്, Amen. ഇവനെ ദൈവം എവിടെയാണ് അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നത്, Yes. ഏത് വഴിയാണ് ഇവന്റെ മുമ്പിൽ തുറക്കുവാൻ പോകുന്നത്, Amen. നമ്മെ അറിയിച്ചു തരും. Yes. ദൈവം നമുക്ക് നൽകിയത് അറിയാൻ വേണ്ടിയാ ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ പ്രാപിച്ചത്. Amen. Praise God. Hallelujah. Thank you, Holy Spirit. Jesus. Come on, let us pray everyone some minutes. Lift up your hands and speak in tongues. കരങ്ങളെ ഉയർത്തി അന്യഭാഷയിൽ ചില മിനിറ്റ്. Come on, let us pray everyone. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Rabba ba 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 shalala ma 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 ma. Thank you, Holy Spirit. Thank you, Holy Spirit. Rasa ba 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 ba. Lot of experiences, lot of incidences. Recently, ഒത്തിരി ഉണ്ട്. ഈ ചില ആളുകൾക്ക് ഒന്നോ രണ്ടോ മിറക്കിളെ അവരുടെ ലൈഫിൽ നടന്നത്. അതുകൊണ്ട് അത് എല്ലാത്തിലും പറയും. എന്നെ സംബന്ധിച്ച് ഞാൻ എന്തോ പറയേണ്ടിയെന്നാ ഞാൻ കളക്ട് ചെയ്യാൻ പിടിക്കാൻ നോക്കുന്നത്. എന്തുവാ ഏതാ പറയേണ്ടി? Thank you, Jesus. Amen. Thank you, Holy Spirit. Thank you for your grace. Amen. ഞാൻ UK-ല് വിരാൾ എന്ന് പറയുന്ന സ്ഥലത്ത് ലിവർപൂളില് അവിടുത്തെ ഒരു ഇംഗ്ലീഷ് ചർച്ചാണ്. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അപ്സ്റ്റെയറില് ആളുകളെ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫാമിലി എല്ലാവരുടെയും കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ കയറി വന്നു. എല്ലാവരോടും പ്രൊഫസി ചെയ്യാണ്, പ്രവചിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അന്നത്തെ മീറ്റിങ്ങിൽ ഒത്തിരി പേരോട് സംസാരിച്ചു. എൻ്റെ ദ ഡീറ്റെയിൽസ്, എന്താണ് പ്രൊഫസി എന്നും എന്താണ് ഹീലിംഗ് മിനിസ്ട്രി എന്നൊക്കെ അടുത്ത ദിവസത്തെ സെഷനുകളിൽ നിങ്ങൾ പഠിക്കും, നിങ്ങൾ മനസ്സിലാക്കും. അന്ന് ഈ ഫാമിലി പ്രാർത്ഥിക്കാൻ എൻ്റെ അടുക്കൽ വരുമ്പോൾ തൊട്ടു മുമ്പിൽ അവരുടെ ഡീറ്റെയിൽസ് കർത്താവ് സംസാരിച്ചു. അവരുടെ ഒരു മനുഷ്യന് പോലും അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചു. അവരെ പലരെയും സ്പിരിറ്റ് ഓഫ് ദി ലോർഡ് വിൽ സെറ്റിൽ യു. ഈ പ്രൊഫറ്റിക് മിനിസ്ട്രിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പ്രൊഫറ്റിക് ഗ്രേസ് പലരെ സെറ്റിൽ ചെയ്യും, പലരെ നാവിഗേറ്റ് ചെയ്യും. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഒരു കൂട്ടുവേലക്കാരനോട്, എൻ്റെ ഒരു സഹോദരനോട് അദ്ദേഹത്തിന്റെ വൈഫിനെ കുറിച്ച് പറയായിരുന്നു. ആ മകൾ ഒരു ബിസിനസ് തുടങ്ങുന്നതായി ഞാൻ കാണുകയാണ്. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ചിന്ത പോലും മനസ്സിലില്ല. അവരുടെ ബ്ലെസ്സിങ്ങിന്റെ ഏരിയ എവിടെയാണെന്ന് പരിശുദ്ധാത്മാവ് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവരെ തിരിക്കുക. അവരെന്താണ് ചെയ്യേണ്ടത്? അതല്ലേ ബൈബിളിൽ 1 John chapter 2 verse 26 and 27, 1 യോഹന്നാൻ 2-ാം അധ്യായം 26-27 വാക്യത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്തത് ഞാൻ നിങ്ങളെ എഴുതിയിരിക്കുന്നു, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല, അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചിടുകയാലും അത് ഭോഷ്കല്ല സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിക്കുന്നത് പോലെ നിങ്ങൾ അവനിൽ വസിക്കുകയും.
let us say everyone, അഭിഷേകം സൗഖ്യമാക്കുക മാത്രമല്ല, അഭിഷേകം നിങ്ങളെ സാൽവേഷനിലേക്ക് നയിക്കുക മാത്രമല്ല, അഭിഷേകം നിങ്ങളെ റൂട്ട് ചെയ്യും. Amen. Yes. നിങ്ങളിൽ എൻ്റെ കൂടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയാൻ കഴിയും, നിങ്ങൾ ജോലിക്കാരായിരുന്നു, നിങ്ങളൊരു സാധാരണ മനുഷ്യനായിരുന്നു, പക്ഷെ നിങ്ങളിൽ ഒരു ശുശ്രൂഷകൻ ഉണ്ടെന്ന് നിങ്ങളുടെ പാസ്റ്റർ നിങ്ങൾക്ക് കാണിച്ചു തന്നത്? Amen. Yes. Amen. Yeah, the spirit of the Lord will root Yes. you Yes. and settle you. Amen. Praise God. Thank you, Holy Spirit. Thank you, Jesus. ഈ ഫാമിലി മുകളിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അവരെ കണ്ടാൽ ഒരു 25-30 വർഷമായി UK പോലുള്ള ഒരു രാജ്യത്തിൽ താമസിച്ച് സെറ്റിലായി, വെൽ സെറ്റിൽഡായി, വളരെ മനോഹരമായ നിലകളിൽ ഫൈനാൻഷ്യലി എവറി ഏരിയാസ് അവർ ഭയങ്കര ബ്ലസ്ഡ് ആയി ജീവിക്കുന്നവരാണെന്ന് അവരുടെ ഡ്രസ്സിങ്ങിലൂടെ, അവരുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിലൂടെ, അവരുടെ വേ ഓഫ് ടോക്കിങ്ങിലൂടെ നമുക്ക് തോന്നിപ്പോവും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. Amen. Praise God. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ കണ്ണടയ്ക്കുമ്പോൾ ഞാനൊരു ഭവനം കാണുകയാണ്. ആ ഭവനത്തിന്റെ ലൊക്കേഷൻ കർത്താവിനെ ഒരു ശബ്ദം ഞാൻ കേൾക്കുകയാണ്. എനിക്ക് മനസ്സിലായി ഇവർക്ക് ദൈവം ഒരു വീട് കൊടുക്കാൻ പോവുകയാണ്. Amen. Amen. Praise God. പക്ഷെ എനിക്ക് ഒരു കാരണവശാലും ഇവരോട് എനിക്കത് പറയാനുള്ള ധൈര്യം ജഡത്തിലില്ല. കാരണം ഇവരെ കണ്ട ഇവർക്കൊരു 5 വീടുണ്ട്. ഇവർക്ക് വീടില്ല എന്ന് പറയാനുള്ള ധൈര്യം അവരെ കണ്ടാൽ നമുക്ക് കിട്ടുകയില്ല. ഞാൻ ഇവരോട് പറഞ്ഞു, എന്റെ കൂടെ റോജി, സിസ്റ്റർ റിയ ആൻഡ് വൺ അതർ പേഴ്സൺ, ഒരു 3 പേര് എൻ്റെ കൂടെ ഉണ്ട് ആ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ. ഞാൻ ഈ ഫാമിലിയോട് പറഞ്ഞു, ദൈവം നിങ്ങൾക്ക് ഒരു വീട് തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ വീട് കാണും. ഞാൻ അതിനെ മാനുഷികമാക്കും. കാരണം നിങ്ങൾക്ക് ഒരുപക്ഷെ വീട് കാണും. പക്ഷെ എങ്കിലും ഞാനൊരു കാഴ്ച കണ്ടാൽ, പ്രൊഫറ്റിക്കായ ഒരു കാര്യം എൻ്റെ ആത്മാവിൽ എനിക്ക് കിട്ടിയാൽ, I never move. Yes. Amen. Yes. Hallelujah. Hallelujah. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരു പക്ഷെ നിങ്ങൾക്ക് വീട് കാണും, പക്ഷെ എന്നാലും ഒരു വീടുകൂടെ കർത്താവ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ഈ സഹോദരി ആ തൂക്കിയിട്ട ബാഗ് എല്ലാം താഴോട്ട് വെച്ചങ്ങ് മുട്ടുകുത്തി. പുള്ളിക്കാരൻ മുട്ടുകുത്തി, 2 കൈയും പൊക്കി പിടിച്ചു. കഴിഞ്ഞ 6 വർഷമായി ഒരു ഭവനം വാങ്ങാൻ ഇവർ ശ്രമിച്ചിട്ട് നടക്കാതെ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞ 6 മാസം മുമ്പ് ഒരു വീട് മേടിക്കാൻ 60,000 പൗണ്ട് ഒരാൾക്ക് കൊണ്ട് കൊടുത്ത് അവൻ പറ്റിച്ചോണ്ട് പോയി. UK 12 വർഷമായി വന്നിട്ട് വീടില്ലാതെ ജീവിക്കുകയാണ് അവർ. പക്ഷെ കണ്ട പറയില്ല. പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, നിങ്ങൾക്കൊരു ഭവനം ദൈവം തരാൻ പോകുന്നു. കർത്താവ് ആ വഴി ഒരുക്കാൻ പോകുന്നു. അവർ പൊട്ടിക്കരഞ്ഞിട്ട് കർത്താവിനോട് പറഞ്ഞു, അപ്പാ നിന്റെ വിശ്വസ്തതയ്ക്ക് നന്ദി. ലിസൺ ടു മീ. ദൈവം നമുക്ക് ഒരുക്കിയിട്ടുള്ളതിനെ നമ്മളെ അറിയിച്ചു തരുന്ന, നമ്മളെ റിവീൽ ചെയ്യുന്ന, നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിന്റെ ആത്മാവിനായി സ്തോത്രം ചെയ്യാവോ? Acts chapter 16 word 6. Acts chapter 16 word 6. അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ പ്രഭു ഗലയിലും ഗലാത്യ ദേശത്തും കൂടെ സഞ്ചരിച്ചു. പരിശുദ്ധാത്മാവ് വിലക്കി, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ലിസൺ, എത്ര പേർ പ്രാർത്ഥിക്കുന്നവർ എന്നെ കേൾക്കുന്നു? How many people are praying?
പ്രാർത്ഥിക്കുന്നവർ എന്ന കൈകൾ ഉയർത്തി. നിങ്ങളുടെ പ്രാർത്ഥന ഏറ്റവും ശക്തമാകുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴാണ്. താങ്ക് യു ജീസസ്. ഈ പരിശുദ്ധാത്മാവിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ഐ വാണ്ട് ടു ടീച്ച് ദ പീപ്പിൾ. യൂദായുടെ ലേഖനം 20-ാമത്തെ വാക്യം, ഒറ്റ അധ്യായമേ ഉള്ളൂ, 20-ാം വാക്യം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും pray in the Holy Ghost. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. Thank you Jesus. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നത്? എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത്? ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന സത്യം, നമുക്ക് എന്തുവാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല എന്നുള്ളതാണ്. പ്രോപ്പറായി റിയലായി എന്ത് പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണ്ട എന്ന് പലപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ. Romans chapter 8 verse 26, 27 and 28. Yeah. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. Listen to me. വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്താണ് ശരിക്കും പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് പ്രാർത്ഥിക്കേണ്ടാത്തത് നമുക്ക് ശരിക്കും അറിയില്ല. പക്ഷേ ബൈബിൾ പറയുന്നു, ആത്മാവ്, പരിശുദ്ധ ആത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഹല്ലേലൂയ. നെക്സ്റ്റ് വേർഡ് പ്ലീസ്. എന്നാൽ ആത്മാവ് വിശുദ്ധർക്കു വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നു. ആത്മാവ് വിശുദ്ധർക്കു വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട്, ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എപ്പോഴും ഓർക്കണം, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളിൽ നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, ആ പ്രാർത്ഥന ദൈവഹിതപ്രകാരമുള്ള പക്ഷവാദമാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ദൈവഹിതമാണോ? നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ദൈവഹിതമാണോ? ഞാൻ ഒരുപാട് ടൈപ്പ് ഓഫ് പ്രാർത്ഥനകൾ ആളുകൾ പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. മെനി കൈൻഡ്സ് ഓഫ് പ്രേയേഴ്സ്. ചർച്ചിൽ ചിലർക്ക് പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്താൽ വേറെ ആരോടേലും എന്തേലും പറയാനുള്ളത് പുള്ളി പ്രാർത്ഥനയിൽ പറയും. പുള്ളി ദൈവത്തോടല്ല അത് പറയുന്നേ, അപ്പുറത്ത് നിൽക്കുന്നവന് കൊടുക്കാനുള്ളത് പുള്ളി പ്രാർത്ഥനയിൽ പറയും. കർത്താവേ, ചിലരൊക്കെ ഉണ്ട്, കർത്താവേ ആരെയും മൈൻഡ് ചെയ്യാത്തവരുണ്ട്, കർത്താവേ നാലടിയനോ അങ്ങനൊക്കെ പറയും. അത് ദൈവഹിത പ്രകാരമാണോ പ്രാർത്ഥിക്കുന്നത്? എന്റെ പ്രാർത്ഥന ദൈവഹിതപ്രകാരമാകുന്നത് എന്റെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ മുൻപിൽ, ഹോളി സ്പിരിറ്റിൽ, പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്? Can you please 1 Corinthians chapter 14 please. 14 please. Read it. സ്നേഹം ആചരിക്കാൻ ഉത്സാഹിപ്പീൻ, ആത്മീക വരങ്ങളും വിശേഷാൽ
പ്രവചനപരവും വാഞ്ചിപ്പീനും. രണ്ടാമത്തെ വാക്യം, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും അത് തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഹല്ലേലൂയ. അന്യഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആരും അത് അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അന്യഭാഷ ഞാൻ പറയുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് വ്യാഖ്യാനിക്കാൻ കഴിയും. വി ക്യാൻ ഇന്റർപ്രറ്റ് ഇറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അന്യഭാഷയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അത് ദൈവത്തോടാണ് നമ്മൾ സംസാരിക്കുന്നത്. ദാറ്റ്സ് ആൻ ഹെവൻലി ലാംഗ്വേജ്. നിങ്ങൾ ഡൽഹിയിൽ നടക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു വിദേശ രാജ്യത്തിൽ, യൂറോപ്പിലെ ബെൽജിയത്തിൽ അല്ലെങ്കിൽ ഫ്രാൻസിലൂടെ നിങ്ങൾ നടക്കുമ്പോൾ, ആരെങ്കിലും പുറകിൽ മലയാളം പറയുന്നത് കേട്ടാൽ നിങ്ങൾ തിരിഞ്ഞു നോക്കും. നിങ്ങളുടെ ഓൺ ലാംഗ്വേജ് ഒരാൾ പറയുന്നത് കേട്ടാൽ നിങ്ങൾ അതാരാണെന്ന് നോക്കും. ഇതുപോലെ ദൈവത്തിന്റെ ഭാഷയാണ് സ്വർഗീയമായ ഹെവൻലി ലാംഗ്വേജ് ആണ് അതർ ടങ്സ്, അന്യഭാഷ എന്ന് പറയുന്നത്. അതൊരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ അത് സ്വർഗം ശ്രദ്ധിക്കുന്നു. പൈശാചിക മേഖലകൾക്ക് അതിനെ തടുക്കുവാൻ കഴിയുന്നില്ല. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, ഞാൻ മലയാളത്തിൽ, ഞാൻ ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആവശ്യങ്ങളും എൻ്റെ ഇമോഷൻസും എൻ്റെ എല്ലാം എൻ്റെ പ്രാർത്ഥനയിൽ കയറി വരും. പക്ഷെ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും എൻ്റെ ഇമോഷൻസിനോ എൻ്റെ ഇഷ്ടങ്ങൾക്കോ അവിടെ വാല്യൂ. കംപ്ലീറ്റ്ലി അത് പരിശുദ്ധാത്മാ പ്രാർത്ഥിക്കുക. How I can explain to you, my brothers and sisters, how I can teach you. ഞാൻ ആരെയാ പിടിക്കുന്ന? ഇവിടെ ഒരാള് പ്രാർത്ഥിക്കുവാണ്, മലയാളത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പുള്ളി ഗുജറാത്തിൽ സുവിശേഷ വേല ചെയ്യുന്ന ആളാണെന്ന് ഇരിക്കട്ടെ. തിങ്ക് അബൌട്ട് ജസ്റ്റ് എ സ്റ്റോറി. ഞാനൊരു കഥ പോലെ പറയുക. അദ്ദേഹം ഗുജറാത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളാണെന്ന് ചിന്തിക്കുക. അപ്പോൾ അവിടെ ഭയങ്കര പ്രശ്നം, തനിക്ക് ഒത്തിരി പ്രതികൂലം, താൻ വിചാരിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. പക്ഷെ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി, ആ സ്ഥലത്തിന് വേണ്ടി ദൈവം ആ മനുഷ്യനെ കണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട്, അദ്ദേഹത്തിന്റെ പെയിൻ കൊണ്ട് അദ്ദേഹം മലയാളത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എനിക്ക് ഗുജറാത്ത് വേണ്ട കർത്താവേ, എന്നെ കേരളത്തിലോട്ട് വിടണേ, എനിക്ക് കേരളം മതി കർത്താവേ, എനിക്ക് പ്രത്യേകിച്ച് കുമ്പനാടോ തിരുവല്ലയോ പത്തനംതിട്ടയോ അവിടെ എവിടെങ്കിലും ഒരു സഭാ ശുശ്രൂഷ തരണേ കർത്താവേ, എനിക്ക് ഈ ഗുജറാത്ത് വേണ്ട കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ പുള്ളി ഒരു അനോയിന്റഡ് സെർവൻ്റ് ആണെങ്കിൽ പുള്ളി പോലും അറിയാതെ നോർമലി നാച്ചുറലായി പുള്ളി ടങ്സിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. അപ്പോൾ അന്യഭാഷയിൽ പുള്ളി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ പുള്ളി പറഞ്ഞത് ഇങ്ങനെയായിരിക്കും. ആത്മാവ് ദൈവത്തോട് പറഞ്ഞത്, പ്രിയ കർത്താവേ, ഇവനെ ഒരു കാരണവശാലും കേരളത്തിലോട്ട് വിടരുത്, ഇവൻ കുമ്പനാട് പോകേണ്ടവനല്ല, ഇവൻ ഗുജറാത്തിൽ മിനിസ്റ്റർ ചെയ്യേണ്ടവനാണ്, ഇവനെ അതിനു വേണ്ടിയാണ് കണ്ടിരിക്കുന്നത്, ഇവിടെ ഒത്തിരി പേര് സ്നാനപ്പെടാനുണ്ട്, ഇവനിലൂടെ ഒരുപാട് പേര് സൗഖ്യമാകാനുണ്ട്, ഇവനെ ഒരു കാരണവശാലും കേരളത്തിൽ വിടരുത്. കാരണം ആത്മാവ് സംസാരിക്കുമ്പോൾ ആരുടെയും പക്ഷം പിടിക്കത്തില്ല. ആത്മാവ് സംസാരിക്കുമ്പോൾ എപ്പോഴും ദൈവഹിതം ആരായും. നമ്മൾ ഒരുപക്ഷെ ഇവിടെ പ്രാർത്ഥിക്കുന്നത് അവിടെ ആയിരിക്കും നടക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അഡ്മിഷന് വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കരുതിയത്, ഞാനിപ്പോൾ ഈ അന്യഭാഷ പ്രാർത്ഥിച്ചപ്പോൾ സ്പിരിറ്റ് തലത്തിൽ എൻ്റെ കുഞ്ഞിൻ്റെ അഡ്മിഷൻ സെറ്റായി എന്നാണ്. പക്ഷെ അതായിരിക്കത്തില്ല നടന്നേ. ഞാൻ ടങ്സിൽ പ്രാർത്ഥിച്ചത്, ഇപ്പോൾ ബീഹാറിൽ കർത്താവെ ആ മിഷണറി കാട്ടിലൂടെ നടന്നു പോവുകയാണ്, അവൻ്റെ പേര് ഇന്നതാണ്, അവനെ പ്രത്യേകമായിട്ട് നീ പ്രൊട്ടക്ട് ചെയ്യണം,
അവനെ നീ സംരക്ഷിക്കണം. ഞാൻ എന്താണ് പ്രാർത്ഥിച്ചെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നിലൂടെ മറ്റൊരു ദൈവഹിതത്തെ എവിടെയോ ദൈവം നിറവേറ്റുകയായിരുന്നു. I am telling truth. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കു താൻ ആത്മീക വർധനവ് വരുത്തുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ സമയം നിങ്ങൾ ടങ്സിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അതിൽ ഏറ്റവും വലിയ പ്രത്യേകത അവൻ മനുഷ്യനോടല്ല, ഡയറക്ട്ലി ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ഒരു പക്ഷെ ഇവൻ എന്തുവാണ് ഈ പറയുന്നത്, എന്ത് കലവില ഭാഷയെ പറയുന്നതൊക്കെ ആളുകൾ ചോദിച്ചേക്കാം. കാരണം ബൈബിൾ പറയുന്നുണ്ട്, ആരും അത് തിരിച്ചറിയുന്നില്ല, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുകയാണ്. മൂന്നാമത്തെ വാക്യം, that is very important. പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. നെക്സ്റ്റ് വേർഡ്, വേർഡ് 4. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കു താൻ ആത്മീക വർധനവ് വരുത്തുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ആത്മീകമായി വളരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളിൽ ആത്മീക വർധനവ് ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. നിങ്ങൾ കൂടുതൽ സമയം അന്യഭാഷയിൽ സംസാരിക്കണം. ഇപ്പോൾ തന്നെ നിങ്ങൾ സംസാരിച്ചു തുടങ്ങുക. ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. അന്യഭാഷ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ, that is a gift of the Holy Spirit. നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക. ദൈവം നിങ്ങളെ അന്യഭാഷയാൽ, പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കുവാൻ വിശ്വസ്തനാണ്. Come on, speak in tongues. Speak in tongues. Ratala mama bananas. Ratala babaradabas. Sabratala mama 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 shalala baba baba bananas. Rikala baba baba shala mama. Santela mama mama Ratala mama 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 nasakolola bosh. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Rasa balokomola shalaba. Listen to me. All the spiritual gift is operating by faith. Amen. The 9 gift of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ 9 കൃപാദാനങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത് വിശ്വാസത്തിലാണ്. Amen. Amen. Yes. ഒരു ആള് വീൽ ചെയറിൽ ഇരിക്കുമ്പോൾ എന്നിൽ ഹീലിംഗ് ഗിഫ്റ്റ് ഉണ്ടെങ്കിലും എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇറങ്ങിച്ചെന്ന് കൈവച്ച് എഴുന്നേക്കാൻ പറയാൻ പറ്റുള്ളൂ. Yes. Amen. 10,000 കൂടി നിൽക്കുന്നിടത്ത് ദൈവം എനിക്കൊരു പേര് വെളിപ്പെടുത്തുന്നു, ഒരു കാര്യം എന്നെ ദൈവം അറിയിക്കുന്നു, നിന്റെ വിഷയം ഇതാണോ എന്നെനിക്ക് പരസ്യമായി ചോദിക്കാൻ പറ്റണമെങ്കിൽ, ചിലപ്പോൾ തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും, സൗഖ്യമായാലും എന്ത് ചെയ്യും, എനിക്ക് ചോദിക്കാൻ പറ്റണമെങ്കിൽ, എനിക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ, all the spiritual gifts are operating by faith. Yes. Amen. The same manner, in the same way, എല്ലാ spiritual gift, all the heavenly blessings, spiritual edifications, revelations, word revelation, prophecy, really prophecy is connected with tongues. Yes. Yes. Amen. Yes. നിങ്ങൾ കുറെ സമയം അന്യഭാഷയിൽ ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ച്
you can see it something. Yes. Amen. You can hear. Yes. Because അത് ആത്മാവിന്റെ പ്രാർത്ഥന. That's a language of Holy Spirit. Amen. Amen. It's a language of heaven. Amen. It's connected with heaven. Yes. Thank you. ചിലർ പറയുന്നു അന്യഭാഷ നിന്നുപോയി. അപ്പോസ്തലപ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരുടെ മേളിൽ പരിശുദ്ധാത്മാവ് വന്നു. ആ പരിശുദ്ധാത്മാവ് അവരുടെ മേളിൽ വന്നതോടുകൂടെ പരിശുദ്ധാത്മാവ് നിന്നുപോയി എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അന്യഭാഷ നിന്നുപോയി. ഞാൻ ചോദിക്കട്ടെ, അന്ന് 120 പേർ മർക്കോസിന്റെ മാളിക മുറിയിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ കൂടിയിരിക്കുമ്പോൾ ദൈവസഭയ്ക്ക് ഈടുറ്റ കരുത്തുള്ള ലേഖനങ്ങൾ എഴുതി നൽകിയ അപ്പോസ്തോലനായ പൗലോസ് അഥവാ തർസോസുകാരനായ ശൗൽ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ലായിരുന്നു. അന്ന് ശൗൽ സഭയെ ഉപദ്രവിച്ചും മുടിച്ചും നടന്നവനാണ്. അന്ന് അപ്പോസ്തലന്മാരുടെ മേൽ കൊടിയ കാറ്റാൽ ഇടിമുഴക്കത്താൽ പിളർന്ന അഗ്നിനാവുകൾ വെളിപ്പെട്ടപ്പോൾ ശൗൽ അല്ലെങ്കിൽ പൗലോസ് ആ കൂട്ടത്തിൽ റിസീവ് ചെയ്യാനില്ലായിരുന്നു. പിന്നത്തേതിൽ ഒരു അകാല പ്രജ പോലെയാണ് ദമസ്കോസ്കിൻ പടിവാതിക്കൽ വെച്ച് സൂര്യനെ മിന്നുന്ന, സൂര്യനേക്കാൾ വെളിച്ചമുള്ള പ്രഭാകിരണങ്ങൾ തന്റെ കണ്ണിലടിച്ച് വാഹന മൃഗത്തിൽ നിന്ന് ആ മത തീവ്രവാദി നിലത്തു വീണ് കിടന്ന് നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. ആ പൗലോസ് പറയുന്നു, നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ ഏറ്റവും മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾ എല്ലാവരിലും അധികം. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിലാണ് അത് കാണുന്നത്. നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനാൽ ദൈവത്തെ ഏറ്റവും മഹത്വപ്പെടുത്തുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരുടെ മേളിൽ പരിശുദ്ധാത്മാവ് വന്നതോടുകൂടെ പരിശുദ്ധാത്മാവ് നിന്നുപോയെങ്കിൽ, അന്യഭാഷ നിന്നുപോയെങ്കിൽ മാസങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം, ആഴ്ചകൾക്ക് ശേഷം ഇവരെക്കാൾ എല്ലാവരെക്കാളും അധികം എങ്ങനെയാണ് ശൗലായിരുന്നവൻ പൗലോസായി രൂപാന്തരപ്പെട്ടവൻ അന്യഭാഷയിൽ സംസാരിച്ചത്? Who believe in him? ആരവനിൽ വിശ്വസിക്കുന്നു. മർക്കോസ് 16:17 വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. മർക്കോസ് 16:17 രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ they shall speak with new tongues. പുതുഭാഷകളിൽ സംസാരിക്കും. Listen to me, children of God. നിങ്ങൾക്ക് ഏറ്റവും ശക്തമേറിയ ഒരു മെസ്സേജ് ജനത്തിന് കൈമാറുവാൻ ആഗ്രഹമുണ്ടോ? ദൈവം നിങ്ങളെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് പ്രവചിക്കണമോ? നിങ്ങളിലേക്ക് സ്പിരിച്വൽ ഗിഫ്റ്റുകൾ കടന്നു വരണമോ? സ്പീക്കിംഗ് ടങ്സ്. More time. More time. More time. കൂടുതൽ സമയം നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാകുക. എല്ലാവരും ആ കൈകളെ ഉയർത്തി. I'm going to pray for the people who is watching me tonight. La shabrata la babas. Shakete malolobo shanana bas. വിശ്വസിക്കുക. 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 All the evil influence, I break it in the name of Jesus. In the mighty name of Jesus. Thank you, precious Holy Spirit. ദൈവം നിങ്ങൾക്ക് നൽകിയത് അറിയുവാനായി നിങ്ങൾ ലോകത്തിന്റെ ആത്മാവിനെ അല്ല സ്വീകരിച്ചു, ദൈവത്തിന്റെ ആത്മാവിനെ അത്രയും നിങ്ങൾ സ്വീകരിച്ചു. ദൈവം നിങ്ങൾക്ക് നൽകിയത് അറിയുവാനായി.
പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശു നിങ്ങളുടെ കർത്താവാകുന്നില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ നിങ്ങളുടെ പ്രാർത്ഥന ദൈവഹിത പ്രകാരമായി തീരുന്നില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരിക്കലും ദൈവത്തിന്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വേണ്ടി അവൻ ഒരുക്കിയതിനെ നിങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നില്ല. Thank you, Holy Spirit. I am not hearing. I can't hear your prayers. Pray in the Holy Ghost. Pray in the Holy Ghost. Shaya la bana shaka. Pray in the Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. All the religious barrier, I break it right now in Jesus' mighty name. In the name of Jesus. Lord, I send the fire. Yes. In the name of Jesus. Listen, listen. It's a fire. Amen. Tomorrow I'm planning and praying to preach and teach the elements of the Holy Spirit. Amen. Fire, Yes. oil, Amen. water, Amen. wind, Amen. dove, wine. Amen. ടങ്സിലുള്ള പ്രാർത്ഥന ശക്തമാണ്. ഞാനും പാസ്റ്റർ ടിജിയും ഞങ്ങൾ ഷാർജയിലായിരുന്ന ടൈമിൽ ഞങ്ങൾ ഒന്നിച്ചന്ന് അവിടെ ഉണ്ടായിരുന്ന ടൈമിൽ ഒരു പാസ്റ്റർ അവിടെ പ്രാർത്ഥിക്കാൻ വന്നു. He was a famous man. പാസ്റ്റർ ടിജി ആ മനുഷ്യന്റെ അടുത്ത് നിന്ന് അന്യഭാഷ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ മനുഷ്യന്റെ ഡീമൺ സ്പിരിറ്റ് വെളി വന്നു. അയാള് കറങ്ങി അടിച്ച് തറ വീണു. ആ ഡീമൺ അദ്ദേഹത്തെ വിട്ടുപോയി. അദ്ദേഹം ഒരു സിൻസിയർ മാനാണ്. അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ദൈവമനുഷ്യൻ അന്യഭാഷ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ പുള്ളിയുടെ അകത്തുള്ള ഡീമൺ സ്പിരിറ്റ് അത് സെൻസ് ചെയ്തു. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഗ്രേസ്, that is an important grace. Amen. Important grace. All the spiritual gift is connected with the other tongues. Amen. Especially prophecy. Amen. Speak in tongues. Speak in tongues. Speak in tongues. ഇന്ന് ഈ സൂമിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും ഇതുവരെയും പരിശുദ്ധാത്മാവിന്റെ കൃപാദാനമായ അന്യഭാഷ എനിക്ക് ലഭിച്ചിട്ടില്ല, ഞാൻ ഇതുവരെ അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നുള്ളവർ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഞാൻ പറഞ്ഞല്ലോ, അന്യഭാഷ പറഞ്ഞാലേ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉള്ളൂ എന്നുള്ള ആ പഠിപ്പിക്കൽ തെറ്റാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശുവിനെ കർത്താവെന്ന് പറയുവാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ അന്യഭാഷ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കുവാൻ കഴിയും. ആരും തിരിച്ചറിയാത്ത ലോകത്തോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Especially in the midnight.
ഇറ്റ്സ് എ സീക്രട്ട്. അർദ്ധരാത്രികളിൽ that time 2 a.m. 3 a.m. 4 a.m. that time 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് വെളുപ്പിനെ എഴുന്നേറ്റ് അന്യഭാഷയിൽ നീ പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ നിന്റെ ദേശത്തിന്റെ മേളിൽ നിനക്കൊരു അധികാരമുണ്ട്. നിന്റെ പട്ടണത്തിന്റെ മേളിൽ നിനക്ക് ഭയങ്കര ഒരു അതോറിറ്റി ഉണ്ട്. Thank you, Holy Spirit. Thank you, Holy Spirit. Because നീ ടങ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ രാത്രിയിൽ സഞ്ചരിക്കുന്ന, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകനെ, രാത്രിയിൽ സഞ്ചരിക്കുന്നതിനെ ഒക്കെ നീ സ്പിരിറ്റ് തലത്തിൽ ഡീൽ ചെയ്യുകയാണ്. എത്രയോ സ്ഥലങ്ങളിൽ ഭൂതങ്ങൾ ഇളകിയെടുത്ത് ആ പിശാച് ഇളകി കിടക്കുമ്പോൾ ഞാൻ അന്യഭാഷയിൽ ഉറച്ച് സംസാരിക്കുമ്പോൾ എത്രയോ അശുദ്ധാത്മാക്കൾ അലറി വിളിച്ച് കൈപൊക്കി എന്നെ നോക്കി പറഞ്ഞു, നിർത്ത് നിർത്ത് നിർത്ത്, ഇനി അത് പറയല്ലേ, നിർത്ത്. നിനക്കിത് കോമഡി ആയിരിക്കും, കാരണം നിനക്കിത് മനസ്സിലായിട്ടില്ല. പക്ഷേ it's an heavenly language. It's an heavenly language. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ധനിക്കുത്താൻ. I can see in my spirit one man of God is praying in the car, not in the Zoom. അദ്ദേഹം സൂമിലൊന്നും ഇല്ല, യൂട്യൂബിൽ കാണുന്ന ആളാണ്. He is in YouTube. He is watching in YouTube. അദ്ദേഹം ആ ദൈവദാസൻ ഇപ്പോൾ ആ കാറിൽ ഇരുന്നു കൊണ്ടാണ് ഈ വീഡിയോ, ഈ മെസ്സേജ് ഇപ്പോൾ കാണുന്നത്. Now the fire of the Holy Spirit is coming upon you. Holy Spirit, I thank you. I am feeling the anointing of the Lord. Rasha brakala baba ba shakrata la baba ba. Rasha bratolo bo sebrete kala la bas. In the mighty name of Jesus, I release the deliverance, Holy Spirit. I release the deliverance in the name of Jesus. Speak in tongues, everyone. Pray in the Holy Spirit. Pray in the Holy Spirit. In the mighty name of Jesus. Oh, shara la 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 la. Sakrata me ala hosh, sakata mama la la la. Shata na mama sala la la. Thank you, precious Holy Spirit. I thank you for your grace. I thank you, Lord, for your anointing in the name of Jesus. Labro sebretale kare mana delko shasa. Listen to me. Listen to me. Read Matthew chapter 12 once again. The Spirit of the Lord again revealing me that word. ഒന്നുകൂടെ കർത്താവ് സംസാരിക്കും. Matthew 12 word 24 please. 24. അത് കേട്ടിട്ട് പരീശന്മാർ, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. Okay. അവൻ അവരുടെ നിരൂപണം അറിഞ്ഞ് അവരോട് പറഞ്ഞത്,
ഒരു രാജ്യം തന്നിൽ തന്നെ ചിദ്രിച്ചു എങ്കിൽ ശൂന്യമാകും. ഒരു പട്ടണമോ ഗൃഹമോ തന്നിൽ തന്നെ ചിദ്രിച്ചുവെങ്കിൽ നിലനിൽക്കുകയില്ല. സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ചിദ്രിച്ചു പോയല്ലോ, പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബേസബോളിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാരാകും. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ, by the power of the Holy Spirit, I ദൈവരാജ്യം am casting out the demons. Okay, okay, word 31. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും. സകല പാപവും നിങ്ങൾ പറയുന്ന സകല ദൂഷണവും എന്തൊക്കെ നിങ്ങൾ എഴുതുന്നോ പറയുന്നോ ചെയ്യുന്നോ പ്രചരിപ്പിക്കുന്നോ അതൊക്കെ ഞാൻ ക്ഷമിക്കാൻ റെഡിയാണ്. ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. നെക്സ്റ്റ് വൺ. ആരെങ്കിലും മനുഷ്യപുത്രന്റെ നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന്റെ നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. വേദപുസ്തകത്തിനകത്ത് ക്ഷമിക്കപ്പെടാത്ത ഒറ്റ പാപമേ ഉള്ളൂ. വ്യഭിചാരികളോട് യേശു ക്ഷമിക്കുന്നു, ചുങ്കക്കാരോട് അവൻ ക്ഷമിക്കുന്നു, എല്ലാവരെയും അവൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഒരു കൂട്ടത്തോട് കർത്താവ് പറയുന്നു, നീ പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെയും. ഇപ്പോ യേശു ഇത് പറയാനുള്ള സാഹചര്യം റിലേറ്റഡ് ടു ഹിസ് മിനിസ്ട്രി. യേശു ഭൂതത്തെ പുറത്താക്കിയപ്പോൾ ഒരാള് ചർച്ചിനകത്ത് അലറി വിളിച്ചപ്പോ, അലറി കൂവിയപ്പം അവന് പറഞ്ഞു, ഇത് ഇവൻ not the real spirit, it's a wrong spirit. How do you know this is a wrong spirit? You are the spirit dealership man person. How do you know? നിനക്ക് എങ്ങനെ അറിയാതെ wrong ആണോ റൈറ്റ് ആണോ? നീ നിന്റെ ഹോൾസെയിൽ വ്യാപാരം എടുത്ത് നടത്തുന്ന ആളാണോ? Never. My children, my brothers and sisters, I humbly request you, you never appreciate this kind of people. It's a curse. നീ 1500 പാസ്റ്റർമാരെ കൊണ്ട് പിന്നെ തലയ്ക്ക് പിടിപ്പിച്ചാലും, ആ 40 അല്ല 400 ദിവസം ഫാസ്റ്റ് ചെയ്താലും നിനക്കതിൽ ക്ഷമ കിട്ടത്തില്ല. അതുകൊണ്ട് ഈ ക്ഷമിക്കപ്പെടാത്ത പാപം എന്ന് ബൈബിൾ പറയുന്നത് പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മ പ്രവർത്തികൾക്കുമെതിരെയുള്ള നിന്റെ ദൂഷണവും പരിഹാസവുമാണ്. രണ്ട് കൂട്ടരെ തൊടരുത്, ഡോണ്ട് ടച്ച് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. 2 കൂട്ടരെ. ഒന്ന്, ഡോണ്ട് ടച്ച് മൈ പ്രൊഫറ്റ്സ്, എന്റെ പ്രവാചകന്മാരെ തൊടരുത്. നമ്പർ 2, don't touch my anointed one, എന്റെ അഭിഷിക്തന്മാരെ തൊടരുത്. That is a dangerous zone. It's a fire. Thank you, Holy Spirit. You bless all the anointed servant of the Lord. You pray for them. You bless them. God will judge them. അവരെ ചെയ്തെങ്കിൽ അവരെ ദൈവം വിധിക്കട്ടെ. You are not a judge. നീയും നിന്റെ മക്കൾക്ക് ഒരിക്കലും ശാപം ഉണ്ടാക്കി വെക്കരുത്. നിന്റെ അനുഗ്രഹം നീ തടയരുത്. നീ ഒരിക്കലും നരകത്തിൽ പോകരുത്. Very careful. Very careful. Very serious this message. Thank you, Holy Spirit. Hallelujah. Praise God. Thank you, Holy Spirit. Thank you, Holy Spirit. ഒരു മനുഷ്യനെയും സുഖിപ്പിക്കാൻ, ഒരു മനുഷ്യനെയും സന്തോഷിപ്പിക്കാൻ, ഒരു സംഘടനയും പ്രസാദിപ്പിക്കാൻ, ഒരുത്തന്റെയും കയ്യടി മേടിക്കാൻ നീ പരിശുദ്ധാത്മാവിനെതിരെ കളിക്കരുത്. It's a dangerous zone.